ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലേ അതിനെന്തെങ്കിലും ഒരു പ്രോപ്പർ റീസൺസ് ഉണ്ടാവും, മനസ്സിലായോ? അല്ലാതെ നിങ്ങളൊരു കോർ അല്ലെങ്കിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു MRC ഓഡിയൻസ് ആണ്, ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം MRCയിൽ എടുക്കുന്ന ഡിസിഷൻസിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം, മനസ്സിലായോ? അത് വാട്ടെവർ എന്ത് ഡിസിഷൻസ് ആണെന്നുണ്ടെങ്കിലും അതിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ഹയറാർക്കിയിൽ ഇത്രയും ആൾക്കാർ ഇതിൻ്റെ ഇവിടെ ആവശ്യമില്ല. ഇപ്പം ഇനി അതൊരു സാധനം തൊപ്പിയൊരു സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ തൊപ്പിയൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം നിങ്ങൾക്ക് പറ്റാതെ വെക്കാം. പക്ഷെ അത് സ്റ്റിൽ റെസ്പെക്റ്റ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു മനസ്സ് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവണം. അതിന് ഇപ്പം അതിൽ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിന് വലിയൊരു പാർട്ടുണ്ട്. നിങ്ങൾ ഇത് നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യൂല. ഇത് നിങ്ങൾക്ക് ഇത് വന്നാണ്ട് ഈ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ വാച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു കേസിൽ. പക്ഷേ സ്റ്റിൽ ഈ ഒരു ഫാമിലിക്കകത്ത് ഈ GTA RPയിലെ MRC ഫാമിലിക്കകത്തുള്ള ഒരുപാട് ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്ന പല റീസൺസും ഉണ്ടാവും, മനസ്സിലായോ? അപ്പം പല രീതിയിലും ഇത് എഫക്റ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതിലെടുക്കുന്ന ഡിസിഷൻസിനെ പറ്റിയാണ്ട് കേൾക്കാം ഡിസ്റ്റൻസിനെ പറ്റാണ്ട് എപ്പോഴും നിങ്ങൾ ബോധേഡ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പം കൊച്ചാപ്പിൻ്റെ കേസിൽ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചാപ്പിനെ ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചാപ്പിനെ ഗ്യാങ്ങിൽ നിന്ന് റിമൂവ് ഇടാൻ അല്ലെങ്കിൽ ഗ്യാങ്ങിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം കൊച്ചാപ്പി TV8 ഇഷ്യൂ ഉണ്ടാക്കിയതിൻ്റെ പേരിലോ അല്ലെങ്കിൽ KV8 ഇഷ്യൂ ഉണ്ടാക്കിയതിൻ്റെ പേരിലോ ആണ് തിങ്ക് ചെയ്യണവർക്ക് തെറ്റി, മനസ്സിലായോ? അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. നമ്മളെ മെമ്പേഴ്സ് TV8 KV8 അങ്ങോട്ട് പോയി എടുക്കരുത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഗ്യാങ്ങിൽ എടുക്കുമ്പം നമ്മൾ ആദ്യമേ പറഞ്ഞൊരു സംഭവമാണ്. നമുക്കിവിടെ സിറ്റിയിൽ പീസ്ഫുള്ളായിട്ട് മനസമാധാനത്തിൽ എല്ലാവരോടും നല്ല രീതിക്ക് ആർപ്പി ചെയ്ത് കളിക്കണം എന്നുള്ളൊരു സംഭവത്തിലാണ് ഇവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി, അഥവാ ഇവർക്ക് പറയുന്ന കരിയർ ഉണ്ടല്ലോ, ഇവർക്ക് പറയുന്ന ഈ ഫ്യൂച്ചർ, ഇവരെ ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇവർക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ കൊടുക്കുന്നത് ഇതിൽ ഈ കൊച്ചാപ്പിനെ കിക്ക് ചെയ്തതിന് കുറേ എല്ലിടുന്ന കുണ്ണാളുണ്ടല്ലോ, ഇവർ കേൾക്കാനാണ് വണ്ടി പറയുക. നിങ്ങളല്ല കൊച്ചാപ്പിനെ റിക്രൂട്ട് ചെയ്തത്, മനസ്സിലായോ? നമ്മളാണ് കൊച്ചാപ്പിനെ റിക്രൂട്ട് ചെയ്തത്. കൊച്ചാപ്പിനെ റിക്രൂട്ട് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചാപ്പിനെ കളയണമെന്നുണ്ടെങ്കിൽ ആ കളയാനുള്ള ഡിസിഷൻസ് എടുക്കാൻ നമുക്കറിയാം. എന്തെങ്കിലും ഇതിൽ വേറൊരാൾ ഇതുവരെ കളഞ്ഞിട്ടില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് റിമൂവല കൊച്ചാപ്പി. ഇതേമാതിരി റിമൂവൽസ് വരും, മനസ്സിലായോ? അഥവാ ഈ ഗ്യാങ്ങിനൊരു റൂൾസ് ഉണ്ട്, ഈ ഗ്യാങ്ങിനൊരു ഡെക്കോർ ഉണ്ട്, ഒരു ഹയറാർക്കി ഉണ്ട്. അതിനെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തികളോ അല്ലെങ്കിൽ ആക്ടിവിറ്റീസോ മെമ്പേഴ്സിൻ്റെ ഇടയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തായാലും ആക്ഷൻസ് ഉണ്ടാവും. ഇത് ഇന്ന് നമ്മൾ ഒരു കൺസിഡറേഷൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമ്മളെ മെമ്പേഴ്സ് തന്നെ അതിനെ വേറെ രീതിയിൽ ഇതേപോലെ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പിന്നീടല്ല ഇത് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് കുറേയൊക്കെ ഞാൻ പറയണത് വെച്ചാൽ കൊച്ചാപ്പിക്ക് നമ്മൾ കൺസിഡറേഷൻസ് കൊടുത്തിട്ടില്ലാന്നോ വാണിംഗ് കൊടുത്തിട്ടില്ലാന്നോ വിത്തൗട്ട് റീസണോ ഒഴിവാക്കിന്നല്ല. എടാ എല്ലിടുന്ന കുണ്ണാളെ കേൾക്കാനാണ് പറയണത്. ഇറങ്ങിപ്പോയിക്കോ ചാറ്റിൽ നിന്ന്, മനസ്സിലായോ? നീയൊന്നും പറയണ കേട്ടാണ്ട് ഇനി തൊള്ള പൂട്ടിയിരിക്കാനൊന്നും പറ്റൂല അവിടെ, മനസ്സിലായോ? ഇത് ഞാനത് ഓപ്പണായിട്ട് ഞാനും എടുത്ത ഡിസിഷനാണ്. 1000 അല്ല 500 വാച്ചിങ് ഇതായാൽ പോലും നമ്മളെ സംബന്ധിച്ചതൊരു വിഷയമേ അല്ല. ഡിസിഷൻസൊക്കെ ഇടുന്ന കുണ്ണാക്കൊക്കെ ഇറങ്ങിയാണ് പോവാ. ഇത് ഇരുന്ന് കാണാൻ ഒരു നിർബന്ധമില്ല, മനസ്സിലായോ? കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് കേൾക്കാൻ വന്നവരാണെന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഇരുന്ന് കേട്ടിട്ട് പോയിക്കോ. നിന്റെ ചാറ്റ് നോക്കിയാണ്ടൊന്നും ഇവിടെ ഡിസ്റ്റൻസ് മാറ്റാൻ നിൽക്കുന്നില്ല, മനസ്സിലായില്ലേ? ഈ കൊച്ചാപ്പിൻ്റെ കേസ് പറഞ്ഞ് കംപ്ലീറ്റ് ആക്കി തരാം. കൊച്ചാപ്പിക്ക് ഒരുപാട് വട്ടം വാണിങ് ഇൻഡയറക്ട്ലി കൊടുത്തിട്ടുള്ളൂ, അല്ല ഡയറക്റ്റ്ലി നമ്മളൊരാളോടും കയറിയിട്ട് ഓനോട് ചെന്നിട്ട് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുമ്പേ ഇതിൽ റീസൺസ് പറയുമ്പം രാജുഭായിക്ക് ഒരു വട്ടം കാര്യം പറഞ്ഞതാണ്, ബിലാലിനോട് കാര്യം പറയുന്ന സമയത്ത് ഞാൻ ബിലാലിനോട് പറഞ്ഞതാണ്, എടാ എനിക്ക് മുഖം ചുളിച്ച് പറയാൻ പറ്റൂല, എനിക്കും മാക്കിനും അത് ചെന്നാണ്ട് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. വെറുതെ നമ്മളോട് ചെറുക്കന്മാർക്ക് ഒരു ഹെയ്റ്റ് വേണ്ട, എടാ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് ഒഴിവാക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നരിയാക്ക് മുന്നോട്ട് പോകില്ല കേട്ടോ എന്നുള്ളത് മര്യാദക്ക് ഇൻഡയറക്ട്ലി കൊച്ചാപ്പിനെ അറിയിച്ചതാണ്. ഈ രാജുഭായിനോടും കാര്യം പറഞ്ഞതാണ്. അന്ന് രാജുഭായി, കാരണം രാജുഭായിനോട് മെയിൻലി പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ഗ്യാങ്ങിന് ഞാൻ ഓപ്പണായിട്ട് പറയാം, ഈ ഗ്യാങ്ങിനൊരു സ്ട്രക്ചർ ഉണ്ട്. ടോപ്പിൽ തൊപ്പിയാണ്, അത് കഴിഞ്ഞാൽ ഷമീർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനും മാക്കുമാണ്. അതിൻ്റെ താഴത്ത് ഇതിനെ ഗാർഡ് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകാൻ രാജുഭായ്, ബിലാൽ, അപ്പാപ്പൻ, ഇവരെ 3 ആളെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് കറൻ്റ്. അസറ്റ് കാര്യങ്ങളൊക്കെ വേറെ നോക്കാൻ ബ്ലേക്ക്. അങ്ങനെ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്, ഓൾറെഡി ഇതിനുണ്ട്. എല്ലാ മെമ്പേഴ്സിൻ്റെയും എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ പോണത്. ഇവർക്കൊക്കെ ഉള്ള പ്രൊമോഷൻസ്, പുറത്തുള്ളൊരു ടീമിനോട് സംസാരിച്ച് പ്രൊമോഷൻസ്, ഇവർക്കുള്ള PC അപ്ഗ്രഡേഷൻ, എല്ലാം ഇതിലുള്ള എല്ലാവർക്കും എല്ലാം കിട്ടണമെന്ന് കരുതിങ്ങാണ്ട് നമ്മളെല്ലാം ചെയ്തു കൊടുക്കുമ്പം അതിനെ കോട്ടം തട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് മെമ്പേഴ്സിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആക്ഷൻസ് ഉണ്ടാവും, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ KVA TVനെ തൊട്ടതിൻ്റെ പേരിലല്ല
ഈ പറയുന്ന കൊച്ചാപ്പിനടുത്ത് റിമൂവ് ഇട്ടത്. ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കൊച്ചാപ്പിന് എന്തുകൊണ്ട് റിമൂവ് ഇട്ടതെന്ന് വെച്ചാൽ ഇന്നലത്തെ ഈ സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാം. മാക്കിന് സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. അല്ല ഞാൻ പറഞ്ഞുതരാം. അതാ ഈ ഒരു റീസൺ. ഇത് വെറുതെ ഇരുന്നാണ്ട് ഞാൻ എന്താ പറയുക, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യൂല. വൺ ബൈ വൺ എടുത്തുകൊണ്ട് ഞാൻ ഒരിക്കലും പറയൂല. കാരണം അത് അൾട്ടിമേറ്റ്ലി കൊച്ചാപ്പിക്ക് ഒരു ഹെയ്റ്റ് പോകുന്ന പരിപാടിയാണ്. നമ്മളിവിടെ ആർക്കും ഹെയ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ ഗ്യാങ്ങിൽ ഇതേമാതിരി ഇറങ്ങുമ്പോൾ വേറുള്ളവരൊക്കെ ഒരുപാടിട്ട് പറയുന്ന പോലെ നമ്മൾ അങ്ങനെ നമ്മളെ മെമ്പേഴ്സിനെ ടോർച്ചർ ചെയ്യാനോ നമ്മൾ ആയിരുന്ന മെമ്പേഴ്സിനെ ടോർച്ചർ ചെയ്യാനോ ഒന്നും വേണ്ടിയിട്ട് ഇട്ട ഒരു പരിപാടിയല്ല. ഇതിൽ ഞാൻ നിങ്ങൾ നമുക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്താ പറയുക, നമ്മൾ ഈ ടി വിയെയും കെ വിയെനൊക്കെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഓഡിയൻസ് തന്നെ നമ്മളെ ഹേറ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് ചാറ്റ് ഒറ്റ മിനിറ്റ് കാണുന്നില്ല സ്ക്രീൻ. ഓക്കെ അതിൻ്റെ ഇതൊന്ന് ചെറുതാക്കട്ടെ. അപ്പം നമുക്കിത് നമ്മളെ ഓഡിയൻസിനെ നമ്മളെ ഹേറ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ചാടി കയറാണ്ട് ഒന്നാമത് ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഡിസിഷൻസ് എടുക്കുമ്പം നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരും. അതിന് മുമ്പ് തന്നെ എൽ ഡിസിഷൻ. അയ്യോ പോയോ, ഇൻ്റെ റേഞ്ച് പോയോ? ചാറ്റ് ഓക്കെയോ? ചാറ്റ് പോയോ? എൻ്റെ ലൈവ് പോയോ? ഓക്കെയാണോ? ഓക്കെ റീസൺ പറഞ്ഞുതരാം. ഇതാ ഈ ഒരു റീസണിൽ കൊച്ചാപ്പി ഇതാ ഇവിടെ അടിച്ചിട്ടു സാത്താനെ വാട്ടവർ. ഞാൻ പറഞ്ഞുതരാം, കൊച്ചാപ്പി ഈ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് ഇതിൽ കൊച്ചാപ്പിന്റെ സൈഡിൽ തെറ്റുള്ളതെന്നായിട്ട് തോന്നിയിട്ടില്ല. അതാ ഇവൻ അത്രയും പറഞ്ഞിട്ടും ഇവൻ തിരിച്ച് കയ്യിൽ കയറുന്നില്ല. ഇല്ല ബഗ്ഗാണ്, അതാണ് ഇതാണ് എല്ലാം പറഞ്ഞിട്ട് സാത്താൻ ചെയ്യാണ്. അതിന്റെ പേരിലാണ് കൊന്നത്. ഓക്കെ, അത് കൊച്ചാപ്പിന്റെ കേസിൽ. പക്ഷേ ഒരു പ്യുവർ RP എന്നുള്ള രീതിയിൽ ഓന് കയറുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാനുള്ള ടൈം കൊടുത്തിട്ടില്ല വാട്ടവർ. പക്ഷെ എന്നാലും കൊച്ചാപ്പി ഇതിൽ ചെയ്തതിന് കൊച്ചാപ്പിനെ കുറ്റം പറയണമെന്നില്ല. പക്ഷെ ഇവിടെ നിന്നുള്ള ഈ മൊമെന്റ് കണ്ടോ, ഈ ഒരു മൊമെന്റിൽ ഇത് ഞാൻ TVനെ സപ്പോർട്ട് ചെയ്യാനോ TVന്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പക്ഷെ എന്നാലും ഇത് TVനെ സപ്പോർട്ട് ചെയ്യുകയാണെന്ന് MRG ഓഡിയൻസ് തിങ്ക് ചെയ്യരുത്. നമ്മൾ ന്യായമായിട്ട് ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത് കണ്ട് ഡിസിഷൻസ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, ഈ ഒരു സംഭവം കണ്ടോ, ഇവരുടെ കൂടെ ഉള്ളതാണോ ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. അവരറിയില്ല എന്ന് പറഞ്ഞു. കരിമീൻ പേര് ചോദിച്ചു. വാണിംഗ് ഫയർ കൊടുത്തു. മനസ്സിലായോ? ലീവ് എന്ന് പറഞ്ഞിട്ട് എത്ര സെക്കൻഡേ ഉള്ളൂ എന്ന് നോക്കിക്കോട്ടോ. ലീവ് എന്ന് പറഞ്ഞു. 25 29 5 സെക്കൻഡ് കൊണ്ട് നെക്സ്റ്റ് 5 സെക്കൻഡ് കൊണ്ട് അടിച്ചിട്ടു. മനസ്സിലായോ? ഈ നെക്സ്റ്റ് 5 സെക്കൻഡ് കൊണ്ട് ഇങ്ങനത്തെ ഗുണ്ടായിസം നടത്തുന്നവർ നമ്മളെ ഗ്യാങ്ങിൽ വേണ്ട. മനസ്സിലായോ? ഗ്യാങ്ങിൽ ഇങ്ങനത്തെ ഗുണ്ടായിസം വെച്ചുകൊണ്ട് നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ട് കരിമീനും അടിച്ചു. വാട്ടവർ ഇത് കഴിഞ്ഞു. ഈ റീസൺ ഈ വൺ മോർ ചാൻസിലെ ഒരു സാധനം കൊടുക്കൂല. മനസ്സിലായോ? ഇത് വൺ മോർ ചാൻസ് അല്ല, ഇത് ഓൾറെഡി ഒരുപാട് ചാൻസ് കൊടുത്തതാണ്. അത് നിങ്ങൾ ഓഡിയൻസിന് അറിയാതെ മാക്സിമം ഇതിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്ത് നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളത് കൺസിഡറേഷൻസ് ചോദിച്ചത് എൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? വത്ത് ഫക്ക് റീസണോ ഇതിനല്ല അവനെ കിക്ക് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു മീറ്റിംഗ് വെച്ചു. ഈ മീറ്റിങ്ങിന് വെച്ചിട്ട് മാക്ക് അത്രയും അർജൻറ്റായിട്ട് മാക്ക് എല്ലാവരെയും വിളിച്ചുങ്ങാണ്ട് പറഞ്ഞു. ഈ പറയണ ആ റേഡിയോയിലുള്ള എല്ലാവരും പിന്നെ ഈ VCയിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കൊച്ചാപ്പി അന്ന് എന്താണ് നിന്നോട് പറഞ്ഞത്? VCയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പം ഇൻട്രസ്റ്റ് ഇല്ല എന്നല്ലേ? ഇത് തന്നെ ഇതിനെ പറ്റി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഷേക്ക് ഈ സാധനം ഈ ക്ലിപ്പ് കാണിച്ചായിരുന്നോ ഷേക്ക്? ഫുള്ള് ആ സെക്കൻഡ് അടക്കം എത്ര സെക്കൻഡ്സ് അടക്കം ഇത് ഞാനൊരു കാര്യം പറയാം. ലെഫ്റ്റ് ഫോർ MRG എന്നോ അല്ല അവരെന്തോ പറയട്ടെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ക്ലിപ്പ് കണ്ടതിനകത്ത് ഇത് പ്യുവർലി എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നണത്? എനിക്കത് മനസ്സിലാവണില്ല. ഈ ഇമാതിരി പരിപാടി ഞാൻ ഇന്ന ദിവസം വരെ 34 പേരെ മീറ്റിംഗിൽ ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് എന്റെ ചാറ്റിൽ കുറെ റീസൺ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. റീസൺസ് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓന് കംപ്ലീറ്റ്ലി ഹെയ്റ്റ് പോവും. മനസ്സിലായോ? ഞമ്മക്ക് അതിന് താല്പര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഗ്രൂപ്പിൽ എപ്പോഴും വേണ്ട. ഞാനിത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ വെറുതെ അതെന്താ പറയാ, വെറുതെ ആ ഹെയ്റ്റ് പോണ പരിപാടി എടുക്കാൻ നമുക്ക് താല്പര്യമില്ല. മനസ്സിലായോ? ഇത്
നിങ്ങൾ ഇനി TVനെ സപ്പോർട്ട് ചെയ്യോ ആണെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ സിറ്റുവേഷൻ കണ്ടതിനകത്തുനിന്ന് അമ്മാതിരി ഗുണ്ടായിസം ഒന്നും ഇതിനകത്ത് വെച്ച് പൊറപ്പിക്കൂല ഞാൻ ഉള്ള കാര്യം. അതിനിപ്പോ എത്ര വലിയ ഞാൻ പറയട്ടെ, എനിക്കെതിരെ തിരിഞ്ഞു. അതെ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മീറ്റിങ്ങിന് വിളിച്ചിട്ട് കരിമീന് പിന്നെ അതേമാതിരി കൊച്ചാപ്പി ഇവരോട് കാര്യം സംസാരിക്കുന്നതിന്റെ ഇടയിൽ നീ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം കരിമീൻ കമ്മിറ്റ് ചെയ്തു. എനിക്കത് ഞാൻ ചെയ്ത തെറ്റാണ് എനിക്ക് തോന്നി. പക്ഷെ അപ്പോഴും ഇവന് കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇവന് കമ്മിറ്റ് ചെയ്യാൻ ഒട്ടും സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തതിലൊരു തെറ്റുമില്ല എന്നാണ് പറയണത്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ 5 സെക്കൻഡിന്റെ ഈ സാധനം പ്യൂർലി തെറ്റാണെന്നുള്ളത് ഓൻ കമ്മിറ്റ് ചെയ്യണില്ല. ഓൻ കമ്മിറ്റ് ചെയ്യാതൊക്കെ അത് രണ്ടാമത്തെ കേസ്. ഇത് കഴിഞ്ഞിട്ട് ഗ്യാങ് സസ്പെൻഷന്റെ ടൈമിൽ തന്നെ SRRനായിട്ട് ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇവന്റെ പേരിൽ കരിമീൻ്റെ പേരിൽ ഇതേപോലെ FRP വലിച്ചു. മനസ്സിലായോ? FRP വലിച്ചിട്ട് ഗ്യാങ് സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ SRR ടീമിനോട് ചെന്നുകാണ്ട് എടാ വലിക്കല്ലേ, ഇത് നമുക്ക് എക്സ്റ്റൻഷൻ ശോകമാണ്, നമുക്ക് എങ്ങനെയും സോൾവ് ആക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. രണ്ടാമത്തെ കേസ് ഇതും കൂടി വന്നു. മൂന്നാമത്തെ കേസ് ഗ്രൂപ്പിൽ എപ്പോൾ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ ഓപ്പണായിട്ട് പറയാണ്, എന്നൊക്കെ ഞാൻ പറയട്ടെ, അല്ല ഇത് പറയണം മേക്കെ, ഞാൻ ഓപ്പണായിട്ട് പറയാം. KVA TVA ഇഷ്യൂസ് വരുമ്പോൾ മാത്രം സംസാരിക്കണ കുറേ കുണ്ണാളുണ്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ അങ്ങനെ പറയുന്ന കാരണം എന്താ വെച്ചാൽ അത് ആർക്കാന്നുള്ളത് മനസ്സിലാവും. ഇത് ഇനി ഓഡിയൻസിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയണത്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ എന്താ പറയണത്, KVA TVA നമുക്ക് ഫ്രണ്ട്ലി ആയാണ്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ള ഗ്യാങ്ങാണ്, ഇവരായിട്ട് പോയി വള്ളി എടുക്കരുത്. ഇതാണ് തൊപ്പി പറഞ്ഞത് പോലും. മനസ്സിലായോ? സെൽഫ് റെസ്പെക്ട് ബ്രോ, അത് നിങ്ങൾക്ക് തോന്നുന്ന മൊടന്ത ന്യായം മാത്രം. ഒരു ഗ്യാങ്ങിൽ കളിക്കുമ്പം സ്വന്തം കാര്യം മാത്രമല്ല നോക്കേണ്ടത്, ഗ്യാങ്ങിന്റെ കാര്യം കൂടി നോക്കണം. മനസ്സിലായോ? ഈ ഗ്യാങ് ഇൻഡയറക്ട്ലിയോ അല്ലെങ്കിൽ ഡയറക്ട്ലിയോ അഫക്റ്റ് ചെയ്യാൻ പോണ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഡിസിഷൻസ് എടുക്കണേൽ നിങ്ങൾ വെറുതെ ഇവിടെ വന്ന് ചിരിക്കുന്നതിനും എല്ലിടുന്നതിനും നമുക്ക് ഒരു കാര്യമില്ല. ഈ പറയുന്ന കുണ്ണാളൊന്നും ഈ പറയുന്ന MRG ഓഡിയൻസും ആവില്ല, അല്ലെങ്കിൽ വേറെ ഈ പറയുന്ന TV ഓഡിയൻസും ആവില്ല. ഇത് എന്തിനാണ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരുന്ന കുറേ കുണ്ണാളുണ്ടാവും. അതുകൊണ്ട് നിങ്ങളത് മൈൻഡ് ചെയ്യാൻ നിൽക്കണില്ല, വാണേ കേട്ടിട്ട് പോയാൽ മതി. ഗ്രൂപ്പിൽ ഇതേമാതിരിക്കത്തെ KVAൻ്റെയും TVAൻ്റെയും സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രം കുറച്ച് തല പൊന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് നമുക്കറിയാം. അത് നമ്മൾ ഓൾറെഡി നമ്മൾ വാൺ ചെയ്ത് ഇപ്പം എല്ലാവരും ഒഴിവാക്കിയതുമാണ്. ഇവനെ റിമൂവ് ഇട്ടപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതുമാണ്, ആർക്കെങ്കിലും ഇതിൻ്റെ പേരിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഗ്യാങ്ങിൽ നിന്ന് ലീവ് ചെയ്യുക. നമുക്ക് വേറെ നല്ല റിക്രൂട്ട്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാങ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് എഫേർട്ട് ഉണ്ട്, നല്ല രീതിക്ക് റിസ്ക് ഉണ്ട്. ഇവരൊക്കെ മര്യാദക്ക് ഒരു തമ്മിലുള്ള പ്രശ്നം ഉണ്ടാക്കാതെ, ഒരു മെമ്പേഴ്സിന് തമ്മിൽ പ്രശ്നം വരുമ്പോഴത്തേന് ഞാനും മാക്കും VCയിൽ വിളിച്ചു വരുത്തിയാണ് തമ്മിൽ പറഞ്ഞ് സോൾവ് ആക്കിപ്പിച്ചുകൊണ്ടാണ് നമ്മളിത് കൊണ്ടുപോകണം. അപ്പം ഇതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഒരു പ്ലെയറിനെയും, അഥവാ ഞാൻ പറയണത് അപ്പോഴും കൊച്ചാപ്പി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി എന്ന് ഞാൻ ഇതാക്കിയാണ്ട് ഓന് പറഞ്ഞ് ഹെയ്റ്റ് കൊടുക്കുന്നതല്ല. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ ഒരുപാട് റീസൺസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലാതെ കംപ്ലീറ്റ്ലി ഈവൻ KVA TVA സിറ്റുവേഷൻ പിടിച്ചതിൻ്റെ പേരിൽ ഒഴിവാക്കിയതല്ല. ഇതിനു മുമ്പും രാജുഭായിനോട് പറഞ്ഞതാണ്. രാജുഭായി സജസ്റ്റ് ചെയ്താണ്ട് കൊണ്ടുവന്ന പ്ലെയർ ആയതുകൊണ്ട് രാജുഭായി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അന്ന് രാജുഭായി പറഞ്ഞതാണ്, ഷെയ്ക്ക് ഞാൻ വാൺ ചെയ്തോളാം, ഞാൻ സംസാരിച്ചോളാം, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയ്ക്ക് തീരുമാനം എടുത്തോ എന്ന് അന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ന് കിക്ക് ചെയ്യാനുള്ള റീസൺ പറഞ്ഞുതരാം. ഇന്നൊക്കെ ഇതൊക്കെ ഇത്രയും സിറ്റുവേഷൻസിൻ്റെ അടിയിൽ കൂടി SRRൻ്റെ സിറ്റുവേഷൻസ് ഇന്ന് രാവിലെ മാക്കും ഞാനും ഇരുന്നുകൊണ്ട് ഞങ്ങൾ കണ്ടു. എന്നിട്ടും പോട്ടെ, വേണ്ട, ഇനി വെറുതെ ഒരു പ്രശ്നം വേണ്ടാന്ന് കരുതി ഒഴിവാക്കിയ നിന്ന സമയത്ത് പോലും ഇന്ന് ഗ്രൂപ്പിൽ ഉച്ചക്ക് സക്കായി കൊണ്ടുവന്നാണ്ട് ഒരു വോയിസ് ഇട്ടു. KVA ഉള്ള മെമ്പേഴ്സിനൊന്നും ഇന്ന വല്ലാതെ ചിലപ്പോൾ അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഉമ്മാർ മെറ്റയാണോ എന്താണെന്ന് അറിയില്ല, വന്നുകാണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നുകാണ്ട് ഫൈനാൻഷ്യൽ ബാക്കപ്പ് ആണോ എന്ന് പറഞ്ഞാണ്ട് പോയി എന്ന് പറഞ്ഞു. എന്തിനാ ഉമ്മാർ ഇങ്ങനെയൊക്കെ പറയണത്, നമ്മളെന്താ അവർ ചെയ്തത് എന്നുള്ളൊരു സംഭവം. സക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടൊന്നും ഒരു വള്ളിക്കും പോവാതെ സക്കായിൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്നൊരു പ്ലെയറാണ്. എന്നിട്ട് സക്കായിന് ഇങ്ങോട്ട് KVA ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം ഓൺ ദി സ്പോട്ടിൽ കൊച്ചാപ്പി ഗ്രൂപ്പിലിട്ടു. ഇവിടെ KVAനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ KVAൻ്റെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സോറി പറയണം, ഇവിടെ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അഥവാ ഇനിയും മാക്കിനും ജഡ്ജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടു. സ്പോട്ടിൽ ഞാൻ റിമൂവ് ചെയ്തു. കാരണം ഞാൻ ഓൾറെഡി അന്നത്തെ മീറ്റിങ്ങിന് മാക്കിനോട് തിരിച്ച് റേസ് ആയാണ്ട് വോയിസ് ഇട്ടതാണ്. വോയിസ് പറഞ്ഞതാണ് കൊച്ചാപ്പി. ഇവിടെ ഒരു ഹയറാർക്കിയിൽ നിൽക്കുന്ന കോലീഡേഴ്സിനൊന്നും പ്രോപ്പറായിട്ട് റെസ്പെക്ട് ചെയ്യാതെ ഓൻ്റെ നിലപാടിൽ മാത്രം നിൽക്കുന്ന അങ്ങനത്തെ പ്ലേയേഴ്സിനെ നമുക്ക് വേണ്ട. ഞാൻ ഓനെന്ന് മാത്രമല്ല പറയണത്, അങ്ങനത്തെ ഒരു പ്ലേയേഴ്സിനെയും വേണ്ട. മനസ്സിലായോ? ഒരു പ്ലേയേഴ്സിനും നമുക്ക് വേണ്ട. അപ്പം മാക്കിന് അത് പറഞ്ഞപ്പോൾ തന്നെ
ഒരുപാട് മെമ്പേഴ്സ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാണ്ട് എന്താ കൊച്ചാപ്പി അങ്ങനെ സംസാരിക്കണത്, ഷെയ്ഖെ തിരിച്ച് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സൈലന്റ് ആയിട്ട് നിന്നിട്ട് ഞാൻ അവസാനം പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി ഉണ്ടാവില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്നും SRRന്റെ ആ വീഡിയോ, ഇതൊക്കെ ഗ്യാങ് എക്സ്റ്റൻഷനാണ്. ഇതിന്റെ പേരിൽ വെറുതെ നമ്മൾ പിന്നെയും ഗ്യാങ് എക്സ്റ്റൻഷൻസ്, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വെറുതെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ മെമ്പേഴ്സിനെ വെറുതെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഡിസിഷൻസ് എടുത്തതാ, അത് മാറ്റമൊന്നുമില്ല. അതിന് എത്ര കരഞ്ഞ് കാല് പിടിച്ച് ആരും വന്നാലും ആരും വരൂല, ആരും ചോദിച്ചു വന്നിട്ടുമില്ല, മനസ്സിലായോ? അതിൽ ആരും, എല്ലാവർക്കും അറിയാം എടുത്ത റീസൺ എന്താണെന്ന്. മെമ്പേഴ്സിന് പ്രശ്നമില്ലല്ലോ, പിന്നെ ഓഡിയൻസിന് പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അഥവാ ഞാൻ പറഞ്ഞില്ലേ, ഒരു KVA TV ഇഷ്യൂസ് വരുമ്പോൾ മാത്രം സംസാരിക്കണം അങ്ങനത്തെ മെമ്പേഴ്സിനെ നമുക്ക് വേണ്ട. നമുക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാ KVA TV ആയിട്ട് പ്രശ്നമില്ലാതെ പോകണം എന്നുള്ളത്. പിന്നെ ഇവിടെ വരുന്നാണ്ട് നമ്മളത് മാക്സിമം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒരു സ്ലോ ഇൻജക്റ്റിംഗ് ടൈപ്പ് ഓഫ് പരിപാടികൾ വേണ്ട, അത്രേ ഉള്ളൂ. കൂടുതൽ പറഞ്ഞുകൊണ്ട് ഓവർ റീസൺസൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കംപ്ലീറ്റ് ഹെയ്റ്റിക്ക് പോകും. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ പറ്റി പറയണില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ പ്രഷർ ഇനി വെറുതെ ആരും തരരുത്. പിന്നെ മെയിൻലി എന്താ അറിയോ, മെയിൻലി വേറൊരു കാര്യം പറയണ്ട്. അതെ, ആ റീസൺ അത്രേ ഉള്ളൂ, മനസ്സിലായി? ഇനി കൊച്ചാപ്പി എന്ന് പറഞ്ഞ് 100% ഇട്ടാലും കൊച്ചാപ്പി ഈസ് കറക്റ്റ് ഇട്ടാലും ആ കുണ്ണാക്കൊക്കെ ഇരുന്ന് അങ്ങനെ വട്ടത്തിൽ ഊമ്പിക്കോ, അല്ലാതെ ഒന്നും പറയല്ല നിങ്ങളുടെ അടുത്തൊക്കെ, മനസ്സിലായില്ലേ? പിന്നെ മെയിനായിട്ട് അൺവാണ്ടഡ് ബാൻ വാങ്ങണ എല്ലാവരും, ആവശ്യമില്ലാതെ ഇനി ബാൻ വാങ്ങണ മെമ്പേഴ്സിനെ എന്തായാലും നമ്മൾ തൽക്കാലം ബെഞ്ചൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് വേറെ പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യും. നല്ല പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യും, ബാക്കി നോക്കിയിട്ട് അവര് പിന്നെ വരുള്ളൂ തിരിച്ചു. ആവശ്യമില്ല, ഒരു പോളും ഇല്ല. ആ പോളും പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ അതൊന്നും നടക്കൂല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, 500 വ്യൂസ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് സമാധാനമായിട്ട് ഞാൻ സ്ട്രീം ചെയ്ത് പോകും. അല്ലാതെ ഇത്ര ആൾക്കാർ ഇവിടെ വന്നാണ്ട് സ്പാം ചെയ്യണ പരിപാടിക്ക് നിൽക്കൂല. ഇതാണ് നമ്മളെ ഡിസിഷൻസ്, ഇതാണ് ഞങ്ങളെ ഗ്യാങ്ങിന് നല്ലത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിക്കേ പോവുള്ളൂ. അത് കണ്ട് അതിനനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഒരു നിർബന്ധമില്ല നിങ്ങൾ നമ്മളെ ലൈവ് കാണണം എന്നുള്ള ഒരു നിർബന്ധമില്ല. അല്ലാത്തവർക്ക് ഇറങ്ങിപ്പോവാം. നമ്മൾ നല്ല നല്ല RPസും നല്ല നല്ല ഗ്യാങ്ങിനൊക്കെ ഇത്രയും എഫേർട്ട് ഇട്ടാണ്ട് ഇത്രയും പ്ലാൻസ് ഇതൊക്കെ സെർവറിൽ നമ്മൾ ചെന്ന് സംസാരിച്ച് ഈ ഗ്യാങ്ങിന് വേണ്ടി ഇടുന്ന നമ്മളെ സൈഡിൽ നിന്നുള്ള എഫേർട്ടൊന്നും നിങ്ങൾ കാണില്ല. ഈ ഗ്യാങ്ങിൻ്റെ നല്ലതിനെ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എടുക്കുള്ളൂ. അത് ഈ പറയുന്ന പോലെ ഞാൻ പിന്നെയും പറയാം, കൊച്ചാപ്പിനെ റിമൂവ് ആക്കിയത് TVNAറ്റും KVNAറ്റും ഇഷ്യൂവിൻ്റെ പുറത്താണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഗ്രൂപ്പിൽ ഇപ്പം കഴിഞ്ഞ റീസെൻറ്റ് സംഭവത്തിൻ്റെ പുറത്താണ് തോന്നണമെന്നുണ്ടെങ്കിൽ അത് വേണ്ട. അതുകൊണ്ടല്ല, ഗ്രൂപ്പിൽ മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ വാർണിങ്സ് ഓനക്ക് ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി ഓന് കൊടുത്തിക്കണേ. പിന്നെ ഓനോട് പറഞ്ഞുകൊണ്ട് റിമൂവൽ ഇട്ടില്ല എന്ന് പറയാൻ ഒരാളെ ഒഴിവാക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്നാണ്ട് മുത്തേ അന്നെ ഞാനൊന്ന് ഒഴിവാക്കട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് തീരുമാനം എടുത്തു. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഞാൻ ഒരു തീരുമാനം എടുത്ത് മുറിച്ചിട്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറിച്ചിട്ട് ഒഴിവാക്കിയതാ. അല്ലാതെ ചീത്ത പറയാനും മറ്റേ ഇതാക്കിക്കാണ്ട് അമ്പി കളിക്കാനൊന്നും എനിക്ക് വയ്ക്കില്ല. ഞാൻ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും മേക്കും കൂടി എടുത്ത ഡിസ്റ്റൻസാണ്, അത് ആ ഡിസ്റ്റൻസിൽ തന്നെ പോവുള്ളൂ. അപ്പം അതിൽ ആർക്കും കൂടുതലൊരിത് വേണ്ട. പിന്നെ ഈ ബെഞ്ചിങ്ങിൻ്റെ കേസ്, അൺവാണ്ടഡ് ബാൻ വാങ്ങണ ആരാണെന്നുണ്ടെങ്കിലും അത് ഇനി ഓഡിയൻസ് കേൾക്കാൻ വേണ്ടിയില്ല. ചിലപ്പോൾ ഇനിയും ഇതേപോലെ റിമൂവൽ ഇട്ടിട്ട് പുതിയ പ്ലേയേഴ്സിന് എടുക്കുമ്പം എന്തുകൊണ്ട് റിമൂവൽ ഇട്ടു എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയ ഓഡിയൻസാണ്, നിങ്ങൾ പുതിയ ആൾക്കാരാണ്, ന്യൂ ടു RP ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് പറയണത്. ആ ന്യൂ ടു RP ആയതുകൊണ്ട് ഇവരെ റിമൂവ് ഇട്ടാണ്ട് നല്ല പ്ലേയേഴ്സിന് അവരുടെ ആവശ്യമില്ലാതെ ബാൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെന്തായാലും ഈ പറയുന്ന പോലെ ന്യൂ റിക്രൂട്ട്മെൻറ്റ്സ് എടുക്കും. പിന്നെ ആരെങ്കിലും ഇനാക്റ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നമ്മൾ കൺസിഡറേഷൻസ് കൊടുക്കുകയുള്ളൂ. അത് നമ്മൾ ഓൾറെഡി എടുത്ത തീരുമാനമാണ്. കാരണം കറൻറ്റ്ലി തന്നെ ഇക്രു, ചാർലി, ആരൊക്കെടാ ഒരു മിനിറ്റ് അത് എനിക്ക് അയച്ചു തന്നീനല്ലോ, ബിലാൽ ഇവിടെ വെയിറ്റൊക്കെ അല്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് പറയണ്ട. ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഒന്ന് മനസ്സമാധാനമായിട്ട് ലൈവ് ഇടാന്ന് കരുതി വരുമ്പോൾ കൊച്ചാപ്പി ഏതായാലും പോയി. സെനക്സ്, ചാർലി, ഇക്രു, കരിമീൻ, ഫാൽക്കൻ 5 മെമ്പേഴ്സ് കറൻറ്റ്ലി ബാനാ. പ്രണവ് അടക്കം 6 പ്ലേയേഴ്സ് ബാനാ. നമ്മൾ 35 മെമ്പേഴ്സിൽ 1 തൊപ്പി, 1 ഷമീർ, 1 റാംബോ. ഓൾറെഡി സിറ്റിയിൽ ഇവർ എപ്പോഴെങ്കിലും വരുന്നുള്ളൂ. അതിന് പുറമെ 6 ബാന്, 9 പ്ലേയേഴ്സ് പോയി. പിന്നെ 25-26 പ്ലേയേഴ്സ് വെച്ചിട്ട് ഈ 25 ഇനീഷ്യൽ വാറൊക്കെ വരുമ്പം എല്ലായിടത്തും പോയാണ്ട് നമ്മളെന്താ പോയി അടി വാങ്ങണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അത് നടക്കൂല. അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇനി അൺവാണ്ടഡ് ബാൻ വാങ്ങണം, എല്ലാവരും ബെഞ്ചിലിട്ടിട്ട് പുതിയ റിക്രൂട്ട്മെന്റ്സ് എടുക്കും. ആ റിക്രൂട്ട് വെച്ചാണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ആരെങ്കിലും ഇനാക്റ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഓൾഡ് മെമ്പേഴ്സിന് കൺസിഡറേഷൻസ് കൊടുക്കും. അങ്ങനത്തെ രീതിയിൽ ഇനി പോകാൻ കരുതണുള്ളൂ. കാരണം ഇല്ലാതെ അവന്മാർ നന്നാവില്ല, മനസ്സിലായോ? ഇത് അല്ലാതെ അവന്മാർ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കൊടുക്കുന്തോറും ഇവർ അത് യൂട്ടിലൈസ് ചെയ്യുക.
പിന്നെ വേറൊരു കേസ്, നിങ്ങൾ കുറേ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ മാത്രമേ അങ്ങോട്ട് ഫ്രണ്ട്ലി ഉള്ളൂ, ഇങ്ങോട്ട് ഫ്രണ്ട്ലി അല്ലാത്തവരെ മൂടും താങ്ങി പോകണം എന്തിനാന്ന് പറഞ്ഞുകൊണ്ട്. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയാം. നമ്മൾ അവരെ ഈ പറയുന്ന പോലെ മൂട് താങ്ങി പോകുന്നില്ല. നമുക്ക് തന്നൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയാണെന്നുണ്ടെങ്കിൽ പോലും വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ട് പോയാണ്ട് സിറ്റുവേഷൻസ് എടുക്കണ്ട, KV TV ആയിട്ട് മാക്സിമം ഫ്രണ്ട്ലി ആവാൻ നോക്ക് എന്നുള്ള രീതിയാണ് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിൽ ഇനീഷ്യലി എടുത്ത എല്ലാവരെയും നമുക്ക് നല്ല രീതിക്ക് പോകാമെന്ന് പറയണത്. ഞാൻ ഈ പറയണത് വ്യക്തമായിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഇത് ശ്രദ്ധിച്ച് കേട്ടോ. നമുക്ക് KV ആയിട്ടും TV ആയിട്ടും ഫ്രണ്ട്ലി ആയിട്ട് പോകാമെന്ന് പറയാനുള്ള മെയിൻ റീസൺ, നമുക്ക് സിറ്റിയിൽ മനസമാധാനമായിട്ട് അലമ്പില്ലാതെ നല്ല രീതിക്ക് ഇതൊരു ഗെയിമായി കണ്ടുകാണ്ട് മര്യാദക്ക് പോവാ എന്ന് കരുതിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ഡിസ്റ്റൻസ് എടുത്തത്. അഥവാ പുറത്ത് ബന്ധമുള്ള പുറത്ത് റിലേഷനുള്ള മാക്കിനൊക്കെ TVയിലെ എല്ലാ മെമ്പേഴ്സിനായിട്ടൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉള്ള അങ്ങനത്തെ പ്ലേയേഴ്സൊക്കെ ഇതിലുണ്ടായതുകൊണ്ട് ഇത് നല്ല രീതിക്ക് പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എടുത്തത്. പക്ഷേ ഇത് പോകെ സിറ്റുവേഷൻസ് വരലും പിന്നെ അതേപോലെ KVനെ സ്റ്റിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഇതിൽ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മളെ ഡിസിഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ അങ്ങോട്ട് പോയാണ്ട് ഇനി TVനെ ആണെങ്കിലും KVനെ ആണെങ്കിലും നമ്മളെ സൈഡിൽ നിന്ന് അങ്ങോട്ട് പോയാണ്ട് ഒരു സിറ്റുവേഷൻസ് എടുക്കൂല. അതാണ് ഇപ്പോഴും നമ്മളെ ഫൈനൽ ഒപ്പീനിയൻ, ഫൈനൽ ഡിസിഷനും അത് തന്നെയാണ്. അഥവാ നമ്മളായിട്ട് അങ്ങോട്ട് ചെന്നാണ്ട് ഈ പറയുന്ന KVനെയും TVനെയും എന്തായാലും ആക്കൂല. പിന്നെ KV ഇങ്ങോട്ട് വരാൻ 100% ചാൻസ് ഉണ്ട്. കാരണം ഓൾക്ക് നമ്മളെ ഈ പറയുന്ന പോലെ നമ്മളോട് ഇങ്ങോട്ട് റേജ് വരാനും നമ്മളോട് ഇങ്ങോട്ട് സിറ്റുവേഷൻസ് എടുക്കാനും ഉള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം കൊച്ചാപ്പി അവിടുന്ന് പോന്നു, മാലിക് അവിടുന്ന് പോന്നു. മാലിക് പോകുന്നതിന് ശേഷം എന്നോട് VCയിൽ വന്നാണ്ട് ഇവരിരുന്ന് സംസാരിച്ചത് ഇനിയൊരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുവരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ടാർഗറ്റിങ് പരിപാടിയൊക്കെ നിർത്തി ക്വാർട്ടർ റിമൂവ് ഇട്ട് ലൈവിൽ ഇറങ്ങി പോവാണെന്ന് പറഞ്ഞ് അന്ന് ക്വാർട്ടർ ഇതേമാതിരി KVന്ന് ഇറങ്ങാണല്ലോ എഴുതി ക്വാർട്ടറിനെയും കൊണ്ടുവന്നു. അതും ഒരു കോൺട്രവേഴ്സിക്ക് പോയി. കുറേ ഹെയ്റ്റ് പോയി KVക്ക്, കുറേ കാസ്ട്രോക്ക് ഹെയ്റ്റ് പോയി. പിന്നെ അതിന് ശേഷം ഇവരെ ഒരു വീഡിയോ പുറത്തായതിൻ്റെ പേരിൽ ഈ പറയുന്ന പോലെ പൃഥ്വി അങ്ങനെ കുറച്ച് പേര് ഇറങ്ങിപ്പോയി. അങ്ങനെ ടോട്ടലി ഒരു 6 മെമ്പേഴ്സ് ലോസ്റ്റും ഈ പറയുന്ന പോലെ KVക്ക് ടോട്ടലി ഒരു ഡൗണും അല്ലെങ്കിൽ KV മൊത്തത്തിൽ നമ്മളെ കൊണ്ടൊരു മൈൻഡ് ഫക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ഓൾക്ക് വന്നുകൊണ്ട് ഒബ്വിയസ്ലി ഓൾക്ക് നമ്മളോടൊരു ഹെയ്റ്റോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ സിറ്റുവേഷനായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവും. നമ്മളായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയണതിൽ ഓല ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം ഒരിക്കലും ഓല കുറ്റം ഞാൻ പറയില്ല, മനസ്സിലായോ? അത് ഓല സൈഡാണ്. അപ്പം അതിന് ഓല സൈഡിൽ നിന്ന് തിങ്ക് ചെയ്ത് നോക്കുമ്പം കംപ്ലീറ്റ്ലി റൈറ്റാണ് ഓല സൈഡിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരുന്നത് വരെ, മനസ്സിലായോ? അഥവാ നമുക്ക് ഇതേപോലെ KVA എന്നുള്ള ഒരു സൈഡിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്പിൾ സിറ്റുവേഷൻസും മൾട്ടിപ്പിൾ ടോർച്ചറിങ്ങും ഒക്കെ നമുക്ക് ഓല സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഉണ്ടാവുന്നിടത്തോളം കാലം വരെ നമ്മൾ ഓലായിട്ട് ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു വാറിനോ പ്രീ വാറിനോ പോകൂല. അതാണ് ഞാനും മാക്കും ഞങ്ങളെല്ലാവരും സംസാരിച്ചെടുത്തൊരു തീരുമാനമാണ്. നമ്മളായിട്ട് അങ്ങോട്ട് എന്തായാലും പോകില്ല. KVനെ ആണെങ്കിലും TVനെ ആണെന്നുണ്ടെങ്കിലും നമ്മളായിട്ട് അങ്ങോട്ട് പോയിങ്ങാണ്ട് ചൊറിയാനോ ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനോ നിൽക്കില്ല. അങ്ങനെ പോണ എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടായാൽ ഡെഫിനറ്റ്ലി അത് ഏത് മെമ്പർ ആണെന്നുണ്ടെങ്കിലും അതിനെതിരെ ആക്ഷൻസ് ഉണ്ടാവും, മനസ്സിലായോ? കാരണം നമ്മളൊരു സിറ്റുവേഷൻ അത് ഇവരെന്നുള്ളതല്ല, അത് KV എന്നുള്ളതല്ല, ഏത് ഗ്യാങ്ങാണെന്നുണ്ടെങ്കിലും ആവശ്യമില്ലാത്ത വള്ളി നമ്മളായിട്ട് ഉണ്ടാക്കിങ്ങാണ്ട് നമ്മളായിട്ട് ഒരു റീസണൊന്നും ഇല്ലാതെ ഒരു വെറുതെ പോയിങ്ങാണ്ടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും അങ്ങനത്തെ മോട്ടീവല്ല നമ്മളത്. നമ്മൾ ഒരു റോൾ മോഡൽ ആവണം എന്ന് കരുതിങ്ങാണ്ട് തുടങ്ങിയ ഗ്യാങ്ങാണ് നമ്മൾ. സിറ്റിയിൽ അത്യാവശ്യം നമുക്കൊരു റെസ്പെക്റ്റ് വേണം, നമുക്കൊരു റെപ്യൂട്ടേഷൻ വേണമെന്ന് കരുതിങ്ങാണ്ട് എല്ലാവർക്കും ഇതിൽ വരുന്ന എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി വേണമെന്ന് കരുതിങ്ങാണ്ട് ഒരു കാര്യമില്ലാതെ ഇത് നിങ്ങൾ നോക്ക്, കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് എടുത്തതല്ല ഒറ്റ മെമ്പേഴ്സും, ബെസ്റ്റ് റിക്രൂട്ട്സ് എടുത്തത്. എന്നിട്ട് ഇവർക്ക് നമ്മൾ പറയുന്ന ഇത്രയും ഓഫേഴ്സും ഇത്രയും ഓപ്പർച്യൂണിറ്റീസും ഇവരെ പൊട്ടൻഷ്യൽ കണ്ടിട്ട് ഓരോരുത്തർക്ക് 1 ലക്ഷമൊക്കെ ഒരു ദിവസം സൂപ്പർ ചാറ്റൊക്കെ കിട്ടണേ ഇത്രയും മെമ്പേഴ്സിന് ഇത്രയും ഓപ്പർച്യൂണിറ്റി നമ്മളിവിടെ കൊടുത്തിട്ട് ഇവർക്ക് നമ്മൾ പറയുന്ന പോലെ കളിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ കളിക്കണ്ട, അത്രേ നമ്മൾ പറയുന്നുള്ളൂ, മനസ്സിലായോ? അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും എന്താ വേണ്ടത് എല്ലാം ചെയ്തു കൊടുത്തിട്ട് നമ്മൾ പറയണ രീതിക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ചെയ്തു കൊടുക്കുന്ന വെറുതെ മറ്റേ വെള്ളത്തിൽ വരച്ച വര പോലെ ആവത്തേ ഉള്ളൂ. അതെ. ഇനി വേറൊരു കാര്യം വാങ്ങിക്കാനുള്ളത് എന്താ വെച്ചാൽ വേറൊരു കാര്യം, ഇതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇതിലെന്താ വെച്ചാൽ ഓഡിയൻസ് കുറേ ഡിസപ്പോയിൻറ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഹെയ്റ്റ് വരുന്നതുകൊണ്ട് എനിക്കും മാക്കിന് നല്ല രീതിക്ക് ഇത് ഹെയ്റ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ എനിക്കൊരു കാര്യം പറയണമെന്ന് ഈ വീഡിയോക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ TVയിലുള്ള ആൾക്കാർ ഞാൻ ഇങ്ങനെ നമ്മൾ ഇതുവരെ ലൈവിൽ ഇട്ടുകൊണ്ട് TVനെ ഒന്നും ചെയ്തിട്ടില്ല. TVയിലുള്ള മെമ്പേഴ്സ്
ഓരോ ലൈവ് ത്രൂ MRGക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ലൈവ് ത്രൂ TVക്കും കൂടി ഒരു ജസ്റ്റ് പറയാന്നുള്ളൂ. OC ആയതുകൊണ്ട് ഇവർ OCയിൽ സംസാരിച്ച ഇവിടെ വാസണ്ണൻ്റെ ഒരു OC എടുത്തുകൊണ്ട് സംസാരിച്ചതുകൊണ്ട് നമ്മളും ഒരു OC പോലെ പറയാമെന്ന് കരുതിയിട്ടാണ്. ഹെയ്റ്റോ പറയുമെന്നല്ല, അങ്ങനെ ചിന്തിക്കണ്ട. ഇതിൽ മെയിനായിട്ടൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ MRG സസ്പെൻഷൻ ആയ സമയത്ത് ഇതിൽ ഒരു മെമ്പർ പോലും, നമ്മളെ ഗ്യാങ്ങിലെ ഒറ്റ മെമ്പർ പോലും MRG എന്നുള്ള പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മനസ്സിലായോ? അപ്പം ഇവർക്ക് ഓരോ മെമ്പേഴ്സും MRG ഉള്ളതാണെന്ന് അറിയാം. അപ്പം MRGനെ മെൻഷൻ ചെയ്തത് ഒന്ന്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾ ഇതിൽ പറയുന്നുണ്ട് ഞാൻ എന്താ വാസണ്ണ വിളിക്കാത്തതെന്ന് കരുതണ്ട. വാസണ്ണ എന്നുള്ളത് നമ്മൾ സിറ്റിക്ക് അകത്ത് വിളിക്കുന്ന ഒരു പേരാണ്. അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ വാസണ്ണ തന്നെയാണ്. അത് ഈ ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഇങ്ങനത്തെ പ്രയോഗങ്ങളോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു എന്തെങ്കിലും മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് വന്നാണ്ട് ഒരു 10 വാറ അടിക്കേണ്ടി വന്നാൽ തോറ്റാലും ആര് തോറ്റാലും, ഇനി ഞങ്ങൾ തോറ്റാലും ഓല് തോറ്റാലും നമ്മൾ വാസണ്ണ തന്നെ വിളിക്കുള്ളൂ. അതിലൊന്നും നമ്മളെ നിലപാടിൽ നമുക്ക് മാറ്റല്ല. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് മാറ്റണ ആൾക്കാരല്ല അല്ല, നമുക്കൊരു തീരുമാനം ഉണ്ടെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. ഇതിലൊരു കാര്യമുണ്ട്. അഥവാ ഇതിലൊരു മെയിനായിട്ട് ഇതൊന്ന് കേൾക്കാൻ പറഞ്ഞ കാര്യം ഇതിപ്പോ മറ്റേ കൊരങ്ങൻ ഫുണ്ടുകള് ഇപ്പൊ ഇവരോട് കൂടിയോ? SRRനെയാണ് കൊരങ്ങമുണ്ടകൾ എന്ന് പറഞ്ഞത്. അതില് SRRന്റെ ഒരു സിറ്റുവേഷൻ കണ്ടവർക്ക്, ഇന്നലത്തെ സിറ്റുവേഷൻ കണ്ടവർക്ക് അറിയാം. അഥവാ ആ റേഡിയോയില് 2 SRR 2 MRG അതൊരു RP ചെയ്യായിരുന്നു. അത് മാക്ക് പറഞ്ഞു വിട്ടതാണ്. റേഞ്ചർ പവർ റേഞ്ചേഴ്സ് പോലത്തെ ഒരു RP ചെയ്തോ എന്ന് പറഞ്ഞാണ്ട് മാക്ക് പറഞ്ഞു വിട്ടത് അവന്മാരെ. അതിൽ SRR എടുക്കുന്ന സിറ്റുവേഷനിൽ ZenX പെട്ടെന്ന് ഡൗൺ ആയതിനു ശേഷം ZenXന്റെ POV ഒക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മനസ്സിലാവും. അതിൽ SRR പിടിച്ച വള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊപ്പം RP ചെയ്തതിൻ്റെ പേരിൽ ഈ TVയിലുള്ള മെമ്പേഴ്സിൻ്റെ കൂടെ തന്നെ MRG ഉള്ള മെമ്പേഴ്സ് RP ചെയ്യുന്നുണ്ട്. ഈ പറയണ എന്താടാ ഷിബു ചെയ്യുന്നുണ്ട്, ചാപ്സ് ചെയ്യുന്നുണ്ട്, കുറേ പേര് ചെയ്യുന്നുണ്ട്, ഉസ്മാൻ ചെയ്യാറുണ്ട്, ഇസ്മായിൽ ചെയ്യാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇതേപോലെ ഒരു ഫ്രണ്ട്ലി ആയാണ്ട് SRR ഉള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്തു എന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ നോ റോങ് ഇൻറ്റൻഷൻസ്. പക്ഷേ ഇത് SRRയും MRGയും TVനെ തല്ലി എന്നുള്ള സിറ്റുവേഷൻ ആയി. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അങ്ങോട്ട് നോക്കി. ഇനി ഇതിൽ പറയണ ഒരു കാര്യം, ഒരുമിച്ച് തല്ല് കിട്ടിയതിന്റെ ചിലപ്പോ KVയും TVന്റെയും ഒരുമിച്ച് തല്ല് കിട്ടിയതിൻ്റെ പേരിലാണ് SRRനെ കൂട്ടുപിടിച്ചതെന്നാണ് ഇതിൽ ഈഗിൾ പറയണത്. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KVനെയും TVനെയും ആയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പോകണമെന്ന് കരുതിയിട്ട് നമ്മളെ സൈഡിൽ നിന്ന് വെറുതെ ആവശ്യമില്ലാതെ ഒന്നിനും പോകണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് അങ്ങനെ മോട്ടീവ് ചെയ്ത് കണ്ട് കൊണ്ടുപോകുന്ന പ്ലേയേഴ്സാണ്. പക്ഷേ ഇത് തല്ലു വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് നമ്മളെ തലയിൽ തന്നെ വരും. മനസ്സിലായോ? ഇത് എങ്ങനെയൊക്കെയോ. പക്ഷേ ഞാൻ പറയാം, ഈ SRRന്റെ സിറ്റുവേഷൻ പോലും നമ്മളെ തലയിൽ വന്ന് വീഴുകയാണ്. അപ്പം അതിന് ഇതേമാതിരി ലൈവിൽ ഇരുന്നുകൊണ്ട് ഇപ്പം ഈഗിള് മെയിനായിട്ട് ഈഗിളിൻ്റെ ലൈവിൽ പറഞ്ഞ ഒരു സംഭവമുണ്ട്. പാസ്റ്റ് നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, കോലീഡേഴ്സ് ആയിട്ടുള്ള മാക്കിനെയും ഷെയ്ക്കിനും ഒക്കെ അറിയാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞാണ്ടൊരു സംഭവം പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു മെമ്പേഴ്സിനോട് ഹെയ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെമ്പേഴ്സിനെ മെൻഷൻ ചെയ്താണ്ട് അവരോട് ഹെയ്റ്റ് വെക്കുമായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ MRGനെ എടുത്ത് പറയുന്ന 2-3 സിറ്റുവേഷൻസ് കാണുമ്പം ഓപ്പൺ ആയിട്ട് പറയാലോ, ചാറ്റ് ഓപ്പൺ ആയിട്ട് നിങ്ങളോട് എല്ലാവരോടും പറയാണ്. കറൻ്റ്ലി MRG ഇപ്പം നിയാദ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടും ഓൻ്റെതായ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസും പിന്നെ എല്ലാം കൊണ്ട് ഇപ്പം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലൊന്നും വരാത്തതുകൊണ്ട് ഇതിൽ ഒന്നിനും നിയാദിനൊക്കെ ഇടയ്ക്ക് വിളിച്ചാൽ പോലും കിട്ടില്ല. ഓൻ്റെ കുറച്ച് അത് വേറെ എക്സ്പ്ലനേഷൻ തരും. പക്ഷേ ഇപ്പം കറൻ്റ്ലി ഗ്യാങ് ഞാനും മാക്കും നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോകണത്. മനസ്സിലായോ? അപ്പം MRGനെ പറയുമ്പം ഒബ്വിയസ്ലി എനിക്കും മാക്കിനും നല്ല കൊള്ളും. കാരണം ഞങ്ങളെ 100% ഇട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ MRG ഗ്യാങ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുപോകണത് മുന്നോട്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ നമ്മളൊരാൾ ലൈവ് ത്രൂ ഇരുന്നിട്ട് TVനെ ഇതേപോലെ ഇരുന്നുകൊണ്ട് ഒരു കളിയാക്കൽ പോലും കളിയാക്കിയിട്ടില്ല. അങ്ങനെ കളിയാക്കുമ്പം ഒബ്വിയസ്ലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് TVക്ക് ഹെയ്റ്റ് കൊടുക്കാനോ TVനോട് ദേഷ്യം വെക്കാനോ ഒന്നും വേണ്ടി പറയണല്ല. എനിക്കറിയാം ഇതിൽ ഇത്ര ഓഡിയൻസ് ഒന്നും എന്തായാലും നമ്മൾ ലൈവ് കാണാൻ ഇതിനു മുമ്പ് വന്നിട്ടില്ല. TV ഓഡിയൻസ് ഇതിലുണ്ടാവും. എനിക്കറിയാം. ഞാനത് ഈഗിളിന് ഹെയ്റ്റ് കൊടുക്കാനോ SRR ആണ് പറയുന്നത് ബ്രോന്നോ അല്ല, SRR അല്ല, KVA TV ഞാൻ കാണിച്ചരാ അത് പറയുന്നത് കേട്ടോ. ഇതിപ്പോ മറ്റേ കൊരങ്ങൻ ഫുണ്ടുകള് ഇപ്പൊ ഇവരോട് കൂടിയോ? അഥവാ SRR ഇവരെ കൂടെ കൂടിയോ? ഇപ്പൊ ഞാൻ തോന്നുന്നു
അത് KVN ടിവിയുടെ ഒരുമിച്ച് തല്ല് കിട്ടിയതിന്റെ ആയിരിക്കും ചിലപ്പോ ഇനി ആരെങ്കിലും ഒരാളെ പിടിക്കാൻ. പക്ഷെ ഈ തല്ല് KVN TVNTയും കൂടെ ഒരുമിച്ച് തല്ലുകൊണ്ടതുകൊണ്ടായിരിക്കും മിക്കവാറും ഏതെങ്കിലും ഒരു ടീമിനെ പിടിക്കാനെന്ന് പറഞ്ഞത്. ഇവന്മാര് പോയി പിടിച്ച് എന്തിനാണോ കണ്ട ഈ തല്ലുകൊള്ളികളെ ഇവന്മാർ പോയി പിടിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ തല്ലുകൊള്ളി നമ്മള്, അല്ലാന്നുണ്ടെങ്കിൽ KVNTന്നും TVNTന്നും അടി കൊണ്ടത് നമ്മള്. മനസ്സിലായോ? അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിചാരിക്കുന്നത് തല്ലുകൊള്ളികളെ പോയി പിടിച്ച നമ്മൾ എന്തിന് തല്ലുകൊള്ളി, അതായത് MRC എന്തിന് SRRനെ പോയി കൂട്ടുപിടിച്ചു എന്നായിരിക്കണം ഉദ്ദേശിച്ചത്. മോസ്റ്റ്ലി ഞാൻ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. സീരിയസ്ലി അതേപോലെ ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഒരു മിനിറ്റ്. ഈ ZenX എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഓന്റെ കാര്യം മാത്രം നോക്കി ആർപിയും കളിച്ച് ഒരു ഏറ്റവും ഇല്ലാത്ത പ്യുവർലി ഒരു TV ഫാൻ ബോയും കൂടി ആയിട്ടുള്ള ഒരാളാണ്. എല്ലാരും ഒന്ന് മാറ്റും. അതെ, അവനൊന്നും TVയോട് ഒരു ഹേറ്റും ഇല്ലാത്ത കണ്ടോ തല്ല്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? നമ്മളൊരിക്കലും ഈ പറയുന്ന പോലെ TVയിലെ ഒറ്റ മെമ്പേഴ്സിനെ പോലും ഇങ്ങനെ നമ്മൾ പറയുന്നില്ല. മനസ്സിലായോ? നമ്മൾ ഒരാളെ പോലും ഇങ്ങനെ പറയുന്നില്ല. അപ്പം ഈഗിളാണെന്നുണ്ടെങ്കിലും MRCനെ ഇങ്ങനെ മെൻഷൻ ചെയ്യുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല സങ്കടമുണ്ട്. ഇതിന്റെ മെയിൻ തിങ് ഇത് ലൈവിൽ നമ്മൾ പറയാനുള്ള റീസൺ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈഗിളിനെ വിളിച്ചുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും. എന്തായാലും സംസാരിക്കേണ്ട കേസാണ്. കാരണം ഒരിക്കലും ഈഗിൾ ഇന്റൻഷനലി അങ്ങനെ ഇതാക്കുന്നവല്ല. പക്ഷെ നമുക്കിത് ലൈവിൽ വന്ന് പറയാനുള്ള റീസൺ എന്തുകൊണ്ടാ അറിയാം? കാരണം നമ്മൾ ഓഡിയൻസ് തന്നെ നമ്മളെ ഹേറ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്രൂപ്പ് ത്രൂ ഒക്കെ TVന്റെ മൂഡ് താങ്ങി പോവാണ്, KVന്റെ മൂഡ് താങ്ങി പോവാണ്. ഞങ്ങൾ രണ്ടാളും ഒരു കുണ്ണാളാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയണത്. നമ്മൾ അങ്ങനത്തെ ഒരു സംഭവം കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്. കാരണം ഇങ്ങനത്തെ വീഡിയോസ് ഗ്രൂപ്പിൽ വരുമ്പം ഒബ്വിയസ്ലി ഇവന്മാർ ട്രിഗേർഡ് ആവും, MRC ഫാൻസ് ട്രിഗേർഡ് ആവും, MRC ഓഡിയൻസും ട്രിഗേർഡ് ആവും. നമ്മൾ ഗ്രൂപ്പിൽ തന്നെ ഓരോന്ന് ഈഗിളിനെ പറ്റി പറയുമ്പം നമ്മൾ അതിന് ആക്ഷൻസ് എടുക്കും. വെറുതെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ ആക്ഷൻസ് എടുക്കും. വീഡിയോ ഇട്ടവന്മാരും കിട്ടും, അതിനെപ്പറ്റി സംസാരിച്ചവന്മാരും കിട്ടും. നമ്മളിതൊരു ഹെയ്റ്റും കോൺട്രവേഴ്സി ഇല്ലാതെ നല്ല രീതിക്ക് പോവാ എന്ന് കരുതിങ്ങാണ്ട് നമ്മളെ സൈഡ് മാക്സിമം നിൽക്കുമ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഡിയൻസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾക്കും തെറ്റായി തോന്നി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ്ട് മാത്രം. അല്ലാതെ ഈഗിളിനോട് ഒരു ദേഷ്യമല്ല, ഈ പറയുന്ന TVനോട് ഒരു ദേഷ്യമല്ല. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ മെമ്പേഴ്സിനെ ഇതേമാതിരി ഗ്രഡ്ജ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കറൻ്റ്ലി ഞാൻ പറയട്ടെ, നമ്മളെ പ്ലേയേഴ്സിൽ പഴയ പാസ്റ്റ് വെച്ചുകൊണ്ട് ഒരു സംഭവം ഇപ്പം നമ്മളെ മെമ്പേഴ്സ് നിലവിൽ ചെയ്യുന്നില്ല. അത് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വാണിങ്ങും കൊടുത്തതാണ്, ഇനി അങ്ങനെ ഉണ്ടാവരുതെന്നും പറഞ്ഞതാ. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുന്നതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ മെമ്പേഴ്സിനെ ശരിക്കും നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അതിനെതിരെ ഞങ്ങൾ ആക്ഷൻസ് എടുക്കും. മനസ്സിലായോ? അത് ആ മെമ്പേഴ്സിനെ പറയാനല്ലാതെ ഒരു ഹോൾ ഗ്യാങ്ങിനെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോക്കായി. ഈ ഒരു വീഡിയോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും മാക്കിനൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നലെ ഭയങ്കര സങ്കടം വന്നു. കാരണം ഞങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നടന്നിട്ട് പോലും ഞങ്ങൾ TVA ഗ്യാങ് ഹൗസിൽ ചെന്നുകൊണ്ട് മാക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൗൺ ടു എർത്ത്, അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് അവിടുന്ന് സംസാരിച്ചപ്പോൾ പോലും അവർ ഭയങ്കര ഒരു എത്രയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ പറയാലോ ഈഗിള്, ഡ്രീം, ചന്ദ്രൻ, പിന്നെ അതേപോലെ പിന്നെ കണ്ണാപ്പി, ബാലൻ, കോച്ച്, ഡെസ്ട്രോ, അങ്ങനെ കുറച്ച് എനിക്ക് പേര് അറിയാവുന്ന തന്നെ വളരെ കുറച്ച് ആൾക്കാരെ അതിലുള്ളൂ. പക്ഷേ സ്റ്റിൽ ഞാൻ ആ TV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 ബ്രാൻഡിനെ ആ 3 അക്ഷരമുള്ള ആ ബ്രാൻഡിനെ വാല്യൂ കൊടുത്ത് അതിനെ റെസ്പെക്ട് ചെയ്ത്. കാരണം ഞാനൊരു TV ഫാൻ ബോയ് ആയിരുന്നു സീരിയസ്ലി. സ്റ്റിൽ ഞാൻ TV സ്റ്റിൽ ഫാൻ ബോയ് ആണ്. പക്ഷേ എനിക്ക് MRC ആണ് പ്രയോറിറ്റി. കാരണം എനിക്ക് എൻ്റെ ഗ്യാങ്ങാണ് പ്രയോറിറ്റി. അങ്ങനെ പോയി എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ അന്ന് അവിടെ ചെന്നപ്പം ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്നവരെ നമ്മൾ ഉണ്ടാക്കും, പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആവില്ലട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും നല്ല രീതിക്ക് ചെന്ന് സംസാരിക്കുമ്പോഴും നമുക്ക് ഒരു ബാഡ് റെസ്പോൺസ് സത്യം പറഞ്ഞാൽ. പക്ഷെ അത് ഈഗിള് അത് ഇതാക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെ പറയല്ലേ എന്നുള്ളത് പറഞ്ഞാണ്ട് വാസന അങ്ങനെ കറക്റ്റ് പറയുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ അത്രയും പ്യൂർലി നല്ല രീതിക്ക് നിൽക്കുമ്പോഴും നമുക്ക് അത് ഭയങ്കര ഷോക്കായി ഫീൽ ചെയ്യുക. എനിവേ ഇത് കഴിഞ്ഞു, അത് മതി, നമുക്ക് ഇത്ര ഉള്ളു കാര്യങ്ങൾ. മെയിനായിട്ട് ഇതന്നെ കാര്യം പറയാനുള്ളൂ. അപ്പം TVയിലുള്ള MRC ഉള്ള ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ TVയും KVയും മൂട് താങ്ങി പോകണതോ അല്ലെങ്കിൽ ഇതാക്കണോ എന്നല്ല. നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ സിറ്റിയിൽ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളും തമ്മിലുള്ള OC ഡ്രാഗ് ചെയ്ത് കണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഇതെന്തെങ്കിലും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്റ്റ് ഇട്ട് കണ്ട് കുത്തിപ്പൊന്തിക്കലും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് മാക്സിമം നമ്മൾ ഈ
പിന്നെ അതേപോലെ ഈഗിളിന് തൊപ്പിക്കൊക്കെ നിങ്ങൾ കുറേ ആൾക്കാർ ഇവിടെ വന്നാണ്ട് ഇപ്പം തന്നെ കണ്ടില്ല കുറേ എണ്ണം അമ്പിവാസു കൊട്ടവാസു ഇതേമാതിരി തൊപ്പിക്ക് ഇതേമാതിരി കുപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം കുറേ കുണ്ണാൾ വരും, മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു മോർ വൾഗാരിറ്റിക്ക് പോകണ്ടെന്ന് കരുതിയാണ്ടാണ് മാക്സിമം നമ്മളിത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്ട് സിറ്റുവേഷനേ വേണ്ടെന്ന് പറയണത്. അല്ലാതെ ഒരു RP സെൻസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി ഒരു വാറടിച്ച് പ്രീ വാറടിച്ച് തോറ്റു വന്നാലും ജയിച്ചു വന്നാലും അത് ആ ഗെയിം സെൻസാണ്. പക്ഷെ അത് ഗെയിം ആയാണ്ട് ഒതുങ്ങൂല മക്കളെ. അതുകൊണ്ടാണ് നമ്മളത് വേണ്ടാന്ന് കരുതുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു കാര്യം, ഞാനും മേക്കുന്നല്ല ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, എന്തായാലും കറൻ്റ്ലി TV ഇങ്ങോട്ട് ഫ്രണ്ട്ലി ഇല്ല എന്ന് TV ഓപ്പണായിട്ട് പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നമ്മളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി സിറ്റുവേഷൻസ് എടുക്കൂല. ഇങ്ങോട്ടും സിറ്റുവേഷൻസ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി സിറ്റുവേഷൻസ് എടുക്കുക ഇങ്ങോട്ട് വന്ന സിറ്റുവേഷൻസ് ആയാലും മാക്സിമം നമ്മൾ സംസാരിച്ച് സോൾവ് ചെയ്യും. ഇങ്ങോട്ടൊരു സിറ്റുവേഷൻ വന്നാലും നമുക്കത് വാർക്കും പ്രീ വാർക്കും സീരിയസ്ലി കൊണ്ടുപോകാൻ താല്പര്യമില്ല. സംസാരിച്ച് സോൾവ് ചെയ്യും. സോൾവ് ചെയ്തിട്ടും നിൽക്കില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു പ്രീ വാറോ വാർക്കോ ക്യാരി ചെയ്ത് പോവാം. കാരണം ഇങ്ങോട്ട് ഭയങ്കര ഒരു ഇതുണ്ടാവുമ്പം നമ്മൾ മാത്രം ആ ഒരു രീതിയിൽ നിൽക്കുന്നത് ഭയങ്കര ശോകമാണ്. അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലായി വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഇതിൽ പോവാം. അത് കരുതിയിട്ട് നമ്മൾ നാളെ മുതൽ പോയാണ്ട് അവിടെ സിറ്റുവേഷൻസ് എടുക്കുന്നല്ല. ഞാൻ ഓപ്പണായിട്ട് ഇപ്പോഴേ ഒരു കാര്യം പറയുകയാണ്, ഇതിൻ്റെ പേരിൽ നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് ആരെങ്കിലും മിസ്റ്റേക്ക്, നമ്മളെ ഗ്യാങ്ങിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണ് TV അങ്ങോട്ട് പോയി ചൊറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ആക്ഷൻസ് ഉണ്ടാവും, കൺഫേമാണ്. കാരണം ഇത്രയും ഇവിടെ ഇരുന്നാണ്ട് നമ്മളിത് സംസാരിച്ചിട്ട് അതിന് പുല്ല് വില തരുന്ന ഗ്യാങ് മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്തായാലും ആക്ഷൻസ് ഉണ്ടാവും, മനസ്സിലായോ? അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് വേണ്ട. അപ്പോൾ അത്രേ ഉള്ളൂ. വൈ സോൾവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണ്ടെന്ന് കരുതിയിട്ടാണ് സോൾവ്. പിന്നെ ഒരു വട്ടം പറഞ്ഞില്ലേ അതന്നെ, അത് സംസാരിച്ച് ഒഴിവാക്കി വിടാൻ കഴിയുന്നതൊക്കെ ഒഴിവാക്കി പോട്ടെ. അത് നമ്മളെ കുണ്ടത്തരം കൊണ്ട് ഓൾക്ക് സിറ്റുവേഷൻസ് ഓൾക്ക് സോൾവ് ആക്കാം. ഇനിയിപ്പോൾ ഓല എന്തെങ്കിലും മിസ്റ്റേക്കാണ്, ഒരു എക്സാമ്പിൾ പറയണം, ഓലൊരു മിസ്റ്റേക്ക് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഓൾക്കത് സോൾവ് ആക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ആക്കിങ്ങാണ്ട് കൊണ്ടുപോകാനൊക്കെ നമുക്കും താല്പര്യം. നമുക്ക് വെറുതെ അക്രമം വന്നാലും അക്രമം വന്നില്ലെങ്കിലും നമുക്ക് മാക്സിമം സമാധാനത്തിൽ പോകാനാണ് നമുക്ക് താല്പര്യം. അതാണ് MRGന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ. അതാണ് അത്. ഗോളും മുട്ടൊന്നുമില്ല, ഗോളിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ വാട്ടവർ അതത്രേ ഉള്ളൂ. കൊച്ചാപ്പിൻ്റെ കേസും ഈ TVൻ്റെ കേസും അറിഞ്ഞല്ലോ, അത് അത്ര തന്നെ വരുന്നുള്ളൂ. കാരണം മെയിൻലി ഈ ഒരു മെമ്പേഴ്സിനെതിരെ ആക്ഷൻസ് ഉണ്ടാവുമെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ മെമ്പേഴ്സിന് ഇതൊന്നും എഫക്റ്റ് ചെയ്യണില്ല, മനസ്സിലായോ? ഈ മെമ്പേഴ്സിന് ഇതൊക്കെ ഒപ്പിച്ചിട്ട് ഇവർക്ക് പോയി കടന്നുറങ്ങുക, സുഖമായിട്ട് കടന്നുറങ്ങുക. ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഹെയ്റ്റ് ഞങ്ങൾക്കാണ് കംപ്ലീറ്റ്ലി. എനിക്കും മാക്കിനും തൊപ്പിക്കും ഷമീറിനും ഒക്കെയാണ് ഇതിൻ്റെ ഹെയ്റ്റ് കംപ്ലീറ്റ്ലി വരുന്നത്. കുറച്ച് ഹെയ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് MRG പ്രയോറിറ്റി ആക്കിയിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചാൽ പോലും നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ഹെയ്റ്റ് ഉണ്ടാക്കാൻ വന്ന ആൾക്കാരല്ല, നമ്മളെ മോട്ടീവ് അതല്ല. അതുകൊണ്ടാണ് നമ്മളത് വേണ്ട എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഇവിടെ എൻ്റെ ചാറ്റിലേക്ക് വന്ന് എല്ലീഗൽ ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആർക്കും ഒരു തരത്തിലുള്ള ഹേറ്റ് ഒരിക്കലും ഇതാ ഇപ്പം കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ഈഗിൾ എന്ന് ഞാൻ എടുത്തു പറയും. ഇപ്പോഴും എൻ്റെ സ്റ്റേറ്റ്മെന്റിന് യാതൊരു വ്യത്യാസവും ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ലൈക്ക് നമുക്കാകെ ഒരു വിഷമം ഉണ്ടായി, മനസ്സിലായില്ലേ? ലൈക്ക് അത്രത്തോളം നമ്മൾ ലൈക്ക് അങ്ങനെ നമ്മൾ കാണുന്ന ഒരാൾ നമ്മളെപ്പറ്റി അങ്ങനെ ഒരു മോക്കിംഗ് സെൻസിൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ബേസിക് ഹ്യൂമൻ ഫീലിങ്സ് ആയിട്ടുള്ള വിഷമം ഉണ്ടായി. അത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇവിടെ വേറെ ഒന്നും ആരും പറഞ്ഞിട്ടില്ല. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ, ഷേഖും അത് തന്നെ ഉദ്ദേശിച്ചെന്നാണ് എൻ്റെ വിശ്വാസം. അത്രേ ഉള്ളൂ, അല്ലാതെ വിഷമമാണ് ഞങ്ങൾ പറഞ്ഞത് ഇവിടെ, മനസ്സിലായില്ല? അല്ലാതെ ഒരിക്കലും ഇവിടെ ആരും ഈഗിളെ ഞാൻ കൂടി ഇന്ന് എൻ്റെ ലൈവിൽ ഞാൻ റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റേ ആ ഫൈനാൻഷ്യൽ സാധനത്തിന്റെ ഒരു വൃത്തികെട്ട രീതിയിലേക്കുള്ളൊരു സാധനം, മറ്റേ തൊപ്പിനെ ലാസ്റ്റ് വന്നിട്ട് വേസ്റ്റ് ഇടുന്ന കൊണ്ടുവന്നൊരു സാധനം ഇട്ട സാധനം, ഈവൻ അത് തൊപ്പിയെ പൊക്കി പറയുമ്പോൾ എന്തുകൊണ്ട് മാക്കരുത് പറഞ്ഞില്ലെന്നല്ല, തൊപ്പിക്കില്ലാത്തൊരു പ്രശ്നമാണത്, മനസ്സിലായില്ല? തൊപ്പിക്ക് ഈഗിളായിട്ടില്ലാത്ത പ്രശ്നം മാക്കിനും ഇല്ല, മാക്കിനും തൊപ്പിക്കും ഷെയ്ക്കിനും ഇല്ലാത്ത പ്രശ്നം ഈ MRCക്കും മെമ്പേഴ്സിനും വേണ്ട, മനസ്സിലായോ? ഓഡിയൻസിനും വേണ്ട. ഇത് നമ്മളൊരു RP കളിക്കണത്, അത് RP ആയതുകൊണ്ട് കാണുക, നിങ്ങൾ എൻജോയ് ചെയ്യുക, ചില്ലാവുക, പോവുക, അത്രേ ഇതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ ജീവി എന്തായാലും ജീവി ലിവറി കംപ്ലീഷൻ ഇതിലാണ്, അത് നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു. ഇത്രയും ദിവസം ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു.